നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു യാചകനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരിക. ഒരു യാചകൻ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമീപത്തുള്ള ഒരു സ്വഹാബി പറഞ്ഞു, ഈ യാചകന് വല്ല പണിക്കും പോയിക്കൂടെ? ഇവന് വല്ല ജോലി ചെയ്തു ജീവിച്ചുകൂടെ? ഇവൻ ആരോഗ്യമുള്ളവനല്ലേ? ആ പ്രിയപ്പെട്ട സ്വഹാബി ആ യാചന ചോദിച്ചു വന്ന ആ പ്രിയപ്പെട്ടവരെ ചൂണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളാ യാചകനെ ഗീബത്ത് പറഞ്ഞവരാണ്, നിങ്ങളാ യാചകനെ ഗീബത്ത് പറഞ്ഞു പോയി സ്വഹാബാ, നിങ്ങളാ യാചകനെ ഗീബത്ത് പറഞ്ഞു പോയി സ്വഹാബാ. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, ഇന്നമാ ഹദ്ദസനാ ബിമാ ഫീഹി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആ പ്രിയപ്പെട്ട യാചകന്റെ ചെറുപ്പക്കാരനല്ലയോ നബിയേ? അവൻ ഒരു ചെറുപ്പക്കാരനായ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനല്ലയോ നബിയേ? അവനെന്തേ ജോലിക്ക് പോയിക്കൂടെ? അവനെന്തേ ജോലിക്ക് പോയിക്കൂടെ നബിയേ? അവൻ അല്ലാഹു ആരോഗ്യം കൊടുത്തവല്ലോ, അവൻ അല്ലാഹു ആഫിയത്ത് കൊടുത്തവല്ലോ, അവൻ അല്ലാഹു നല്ല ശരീരം കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ. പിന്നെ എന്തേ ആ ചെറുപ്പക്കാരൻ യാചന നടത്തുന്നത് കണ്ടപ്പോ അതിനെതിരെയല്ലേ ഞാൻ പറഞ്ഞത് റസൂലേ? അത് ഉള്ളതല്ലേ? ഇന്നമാ ഹദ്ദസനാ ബിമാ ഫീഹി യാ റസൂലല്ലാഹ്. ആ ചെറുപ്പക്കാരൻ ചെയ്ത പ്രവർത്തനത്തെ മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഈ പ്രിയപ്പെട്ട സ്വഹാബി പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഹസ്ബുക, അത് തന്നെയാണ് മോനെ, അത് മാത്രം മതി മോനെ, അത് മാത്രം മതി മോനെ. ഹസ്ബുക ഇദാ ദകർത അഖാക ബിമാ ഫീഹി നബി മുഹമ്മദ് മുസ്തഫ. ആ യാചകൻ നല്ല ആരോഗ്യവാനായിരിക്കാം, അവൻ നല്ല ശരീരമുള്ളവനായിരിക്കാം, അവൻ നല്ല ബോഡി മസിൽ പവറുള്ള ബോഡി ബിൽഡിങ്ങിന്റെ ഉടമയായിരിക്കാം. അല്ലാഹു ആരോഗ്യം കൊടുത്തിട്ടുണ്ടാകും, ആഫിയത്ത് കൊടുത്തിട്ടുണ്ടാകും, ശരിയാ. പക്ഷേ നമുക്കറിയോ ആ മനുഷ്യൻ വല്ലാത്തൊരു രോഗത്തിന്റെ ഉടമയാണെന്ന് നമുക്കറിയില്ലല്ലോ. എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് ജോലിയെടുക്കാൻ കഴിയാതെ പട്ടിണി കിടക്കുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. എത്ര ആളുകളെ മനസ്സ് നിങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ട സ്വഹാബാ? അവരുടെ മനസ്സിന്റെ വിഷമം നിങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ സ്വഹാബാ? അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് നിങ്ങൾ മാപ്പ് പറയോ സ്വഹാബാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ യാചകനെന്ന് വിളിച്ച ആ യാചകനെ ചൂണ്ടിയിട്ട് അവനക്ക് വല്ല ജോലിക്കും പോയിക്കൂടെ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ കാരണം കൊണ്ട് അവനോട് നിങ്ങൾ മാപ്പ് പറയലേ നിങ്ങൾക്ക് ആവശ്യമാണ് സ്വഹാബാ, നിങ്ങൾക്ക് അത്യാവശ്യമാണ് സ്വഹാബാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറിവിന്ദിലാമില്ല 106ാമത്തെ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, നിങ്ങളെ എന്റെ ഈമാനുള്ള ഉമ്മമാരെ, എത്ര ആളുകളെ കുറിച്ചിട്ടാണ് പലരും പറഞ്ഞു പോവാറില്ലേ? അവനെന്താ ഒന്ന് മര്യാദക്ക് ജോലിയെടുത്തൂടെ, അവന് ജോലിയെടുത്ത് താമസിച്ചുകൂടെ, അവന് ജോലിയെടുത്ത് ജീവിച്ചുകൂടെ? അവന്റെ ഉള്ളിലുള്ള കള്ളികൾ അറിയാത്ത നമ്മുടെ മനസ്സിലേക്ക് അവരെ വിലയിരുത്തിയിട്ട് നമ്മൾ അഭിപ്രായം പറയാറുണ്ടല്ലോ. ആ അഭിപ്രായം പോലെ മറ്റുള്ളവന്റെ മനസ്സ് നോവിക്കുന്ന രൂപത്തിലാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അശദ്ദുഹും അദാബുന്നാസി ഫിദ്ദുനിയാ. ദുനിയാവിൽ നിന്ന് ഗൈബത്ത് പറഞ്ഞ് മനസ്സ് വേദനിപ്പിച്ച, ദുനിയാവിൽ നിന്ന് മൗനത്തോടുകൂടി മനസ്സ് വേദനിപ്പിച്ച, ഒരു മൗനാനുവാദത്തിലൂടെ വാക്കിലൂടെ നോക്കിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു ഇടപെടലിലൂടെ മറ്റുള്ളവന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ. അവർക്കാണ് സ്വഹാബത്തേ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബ് നാളെ ഖിയാമത്ത്
ഖിയാമത്ത് നാളിൽ ഏറ്റവും ഭയാനകമായ അദാബ് കാത്തിരിക്കുന്നത് നമസ്കാരം ഒഴിവാക്കിയവനേക്കാൾ മറ്റുള്ളവർക്കുള്ള നമസ്കാരം ഒഴിവാക്കിയവർക്കും കള്ളു കുടിക്കുന്നവർക്കും മാതാപിതാക്കളെ ഉറപ്പിച്ചവർക്കൊക്കെ അല്ലാഹു അദാബ് കൊടുക്കുമല്ലോ. അല്ലാഹു ഭയാനകമായ അദാബ് കൊടുക്കുമല്ലോ. അതേ പ്രകാരം ജനങ്ങളിൽ നിന്ന് ചില ആളുകളെ അല്ലാഹു മാരകമായ അദാബ് കൊടുത്തുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന വിഭാഗം ആരാണ്? അശദ്ദുഹും അദാബുൻ നാസി ഫിദ്ദുനിയാ. ഒരു കമന്റിലൂടെ ദുനിയാവിൽ നിന്ന് മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചവരെ ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ പ്രോഗ്രാമിൽ അഹ്ലുകാരെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ കമന്റ് അടിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന്റെ ഈ പരിധിയിൽ നമ്മൾ പെടുമോ എന്ന് ചിന്തിക്കണം. നമ്മള് ഏത് വിഷയമാണെങ്കിലും മോശമായ രൂപത്തിലുള്ള കമന്റ് കൊണ്ടോ മോശമായ രൂപത്തിലുള്ള സംസാരം കൊണ്ടോ മോശമായ രൂപത്തിലുള്ള പ്രവർത്തനം കൊണ്ടോ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അശദ്ദുന്നാസി അദാബാ അവരെയാണ് അദാബിനാൽ പരലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കുന്നത്. നബി മുഹമ്മദ് മുസ്തഫ